വ്യവസ്ഥകൾ US അംഗീകരിച്ചാൽ ഹോർമൂസ് തുറക്കാം. ഇറാൻ തങ്ങളുടെ വ്യവസ്ഥകൾ അമേരിക്ക പൂർണ്ണമായി അംഗീകരിച്ചാലേ ഹോർമൂസ് കടലിടുക്ക് തുറക്കൂവെന്ന് ഇറാൻ. കടലിടുക്കിലെ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട ഒമാനുമായി പുതിയ പ്രോട്ടോകോൾ രൂപീകരിക്കുന്നതിൽ ചർച്ചയേറെ മുന്നേറിയതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി സ്ഥിരീകരിച്ചു. എന്നാൽ കടലിടുക്ക് തുറക്കുന്ന കാര്യം അമേരിക്കയുടെ നിലപാടുകളെ ആശ്രയിച്ചായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കപ്പൽ ഗതാഗതം സംബന്ധിച്ച് ഒമാനുമായി പൊതുവായ ധാരണയിലെത്തിയിട്ടുണ്ടെങ്കിലും കടലിടുക്ക് തുറക്കുന്നത് അതുമാത്രം ബന്ധപ്പെട്ടല്ലെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വക്താവ് സർദാർ മൊഹാബി പറഞ്ഞു. ഇസ്ലാമാബാദിലെ സമാധാന ചർച്ചയുടെ ധാരണാപത്രം ലംഘിച്ച് വീണ്ടും ആക്രമണം നടത്തിയതിന് അമേരിക്ക നഷ്ടപരിഹാരം നൽകണം എന്നതുൾപ്പെടെ വ്യവസ്ഥകളാണ് ഇറാൻ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഒമാനുമായുള്ള ധാരണയുടെ ചട്ടക്കൂട് ഇറാൻ്റെ ഉന്നത നേതൃത്വം അംഗീകരിച്ചാലുടൻ അന്തിമ കരാറാകുമെന്ന് ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ കപ്പലിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തെ UAE അപലപിച്ചു. ഇറാനിലെ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ പുതിയ പ്രതിരോധ സഖ്യം രൂപപ്പെട്ടത് അമേരിക്കയെ അലോസരപ്പെടുത്തുന്നുണ്ട്. എന്തെങ്കിലും ഒരു രാജ്യത്തിനു നേരെ ഉണ്ടാകുന്ന സൈനിക ആക്രമണം 3 രാജ്യങ്ങൾക്കു നേരെയുള്ള ആക്രമണമായി കണക്കാക്കി സംയുക്തമായി തിരിച്ചടിക്കുമെന്നാണ് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ഭരണത്തലവന്മാർ മക്കയിൽ ഒപ്പിട്ട് കരാറിലെ പ്രഖ്യാപനം. അപ്പോൾ ഇറാൻ പറയുന്ന വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ മാത്രമേ ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയുള്ളൂ. ഇത് വടി കൊടുത്ത് അടി മേടിച്ച മാതിരിയായി അമേരിക്ക ഒരാവശ്യമില്ലാണ്ട് വെറുതെ കയറി ഇറാനെ ചൊറിഞ്ഞ് ഇപ്പോൾ ആയുധം കഴിഞ്ഞ് ഇപ്പം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക നഷ്ടം കൊടുക്കണം ഇറാന്, എന്നാലേ ഇറാൻ കടലെടുക്ക് തുറക്കുള്ളൂ, പഴയ അവസ്ഥയിലേക്ക് വരുള്ളൂ. നല്ല രീതിയിൽ പോയിരുന്നതാണ്. ഇപ്പം കൊല്ലും, ഇപ്പം ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരുപാട് ഭീഷണിയൊക്കെ പെടുത്തി നോക്കി, ഒരു രക്ഷയുമില്ല. ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്ന് അറിയിച്ചു. അതിനിടയിലാണ് തുർക്കി, സൗദി, പാകിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങൾ കൂടി സഖ്യം രൂപീകരിച്ചത്. ഇതിലേത് രാജ്യത്തെ ആരാക്രമിച്ചാലും ഈ 3 രാജ്യങ്ങളും ഒരുമിച്ച് ആക്രമിക്കും എന്ന സഖ്യമാണ് നിലവിൽ വന്നിട്ടുള്ളത്. അതിനിടയിൽ ഇന്ത്യൻ മാധ്യമങ്ങളും ചില പാശ്ചാത്യ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുകയുണ്ടായി ഇന്നലെ മുസ്തഫ ഖൊമേനി അന്തരിച്ചുവെന്ന്. അത് ഇതിനു മുന്നേ 1 മാസം മുന്നേ പറഞ്ഞിരുന്നു, അതിനൊരു മാസം മുന്നേ പറഞ്ഞിരുന്നു. ചിലർ പറയുന്നു അദ്ദേഹം റഷ്യയിൽ ചികിത്സയിലാണെന്ന്. അതെന്തായാലും ഇറാനെ സംബന്ധിച്ച് പ്രശ്നമല്ല. ഇറാൻ്റെ എല്ലാ നേതാക്കന്മാരെയും ഒരുമിച്ച് കൊന്നിട്ടും ഇറാൻ ഇതുവരെ പിടിച്ചു നിന്നു, ഇനിയും അവർ പിടിച്ചു നിൽക്കും. ഇതാണ് പശ്ചിമേഷ്യയിലെ പുതിയ വിശേഷങ്ങൾ. ജയ് ഹിന്ദ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.